ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വയനാട് ചുരം, അതായത് താമരശ്ശേരി ചുരത്തിലേക്കാണ്. നമ്മൾ ഈ കാണുന്ന റോഡ്, ഈ വന്നു ചേർന്ന റോഡ്, ഇത് കോഴിക്കോട് നിന്നും കർണാടകത്തിലെ കൊലകൾ വരെ പോകുന്ന NH 766 ആണ്. ഈ സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുന്നമംഗലം എന്ന സ്ഥലമാണ്. ഇവിടുന്ന് താമരശ്ശേരി ചുരത്തിലേക്ക് വ്യൂ പോയിന്റിലേക്ക് 41 കിലോമീറ്റർ ആണ് ദൂരം. ഇതിനു മുൻപ് ഒരുപാട് തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് വയനാട് ചുരത്തിലേക്ക്. നമ്മൾ ഈ കാണുന്നത് കൊടുവള്ളി ടൗൺ ആണ്. നമ്മൾ ഈ കാണുന്നതാണ് താമരശ്ശേരി ചുരത്തിലെ താമരശ്ശേരി. ഇവിടുന്ന് ഏകദേശം 24 കിലോമീറ്റർ ആണ് നമ്മുടെ വയനാട് ചുരത്തിലെ, അഥവാ താമരശ്ശേരി ചുരത്തിലെ വ്യൂ പോയിന്റിലേക്ക് ഉള്ളത്. താമരശ്ശേരി കഴിഞ്ഞപ്പോൾ ഇതാ മഴയും വന്നു. അങ്ങ് ദൂരെ കാണുന്നതാണ് വയനാടൻ മലനിരകൾ. ഈ സ്ഥലത്തിന്റെ പേര് ഈങ്ങാപ്പുഴ എന്നാണ്. അങ്ങ് ദൂരെ കാണുന്ന വയനാടൻ മലനിരകൾ നമ്മെ അങ്ങോട്ടേക്ക് വിളിക്കാന്ന് തോന്നും ഇങ്ങനെ പോകുമ്പോൾ, കാണുമ്പോൾ. വാവ്, അടിപൊളി. കാരണം വെച്ചാൽ ഇവിടുന്ന് നോക്കുന്ന ആ വയനാടൻ മലനിരകൾ എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഫ്രെയിമിൽ ഫുള്ളായിട്ട് കാണുന്ന മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കൊന്ന് ഇവിടെ നിന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യം കാണുന്ന ആരായാലും ഒന്ന് വണ്ടി ഇവിടെ നിർത്തി കുറച്ച് ഇത് കണ്ടിട്ടോ ഇവിടുന്ന് പോവുള്ളൂ. അത്രയും മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് അടിവാരം ടൗൺ എത്തുന്നതിന് മുന്നേയുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. വയനാട് ചുരം ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട് ചുരം മാത്രം. എന്നിട്ട് ചുണ്ടയിലൊക്കെയാണ് പിന്നെ പമ്പുള്ളത്. ഇവിടുന്ന് മാക്സിമം പെട്രോൾ അടിച്ച് പോകാൻ നോക്കും. ഇതാണ് ലാസ്റ്റ് പമ്പ്. ഈ കാണുന്നതാണ് അടിവാരം ടൗൺ. ഈ അടിവാരം ടൗണിൽ നിന്ന് ആ പള്ളി എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇടത് ഭാഗത്തേക്ക് ഒരു റോഡുണ്ട്. ഇതാണ് അടിവാരം ചുരം റോഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗൂഗിൾ മാപ്പ് വഴിയാണ് ഞാൻ ഈ ചുരം റോഡ് മനസ്സിലാക്കിയത്, ഇങ്ങനെ റോഡുണ്ട്. ഒരുപാട് വയനാട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവഴി വരുന്നത് ആദ്യമായിട്ടാണ്. അടിവാരത്തു നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ വരും ചുരത്തിലെത്താൻ ഈ റോഡിൽ കൂടി. ഈ ചുരം റോഡ് ചെന്നെത്തുന്നത് വയനാട് താമരശ്ശേരി ചുരത്തിലെ 4ാമത്തെ വളവിലേക്കാണ്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, ഒന്ന് പോയി നോക്കാം. നമ്മളീ കാണുന്നത് വയനാടൻ മലനിരകളിൽ നിന്നും ഒലിച്ചു വരുന്ന വെള്ളമാണ്. ഈ വയനാട് ചുരത്തിൽ 1, അതുപോലെ തന്നെ 4, ഈ ചുരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ ബ്ലോക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ വണ്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഇത്. വലിയ വണ്ടികൾ വന്നാൽ പണി പാടും. കാരണം എന്ന് വെച്ചാൽ ചെറിയ വണ്ടികൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നൊരു റോഡാണ് ഇത്. ആള് കുറവുള്ള തനി നാടൻ ഏരിയ, അടിപൊളിയാണ്. ഒരു നല്ലൊരു ഫീലാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ വലതുവശത്തായി കാണാൻ പറ്റും ചുരത്തിലെ റോഡ്.
ഇതാണ് നമ്മൾ വന്ന ചുരം റോഡ്. ചുരത്തിലേക്ക്, മെയിൻ റോഡിലേക്ക് എത്തിച്ചേരുന്ന സ്ഥലം. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളി. ചിലപ്പം വെയിൽ വരും, ചിലപ്പം മഴയാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ സമയത്ത്. ഈ കടകളിൽ നിന്നും നല്ല ചൂടുള്ള കട്ടനോ അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ലൊരു ഫീലാണ്. എന്താ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഞാനിവിടുന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു. നല്ല തണുപ്പാണല്ലോ, ചൂടാക്കാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് പോവാം. ഇതാ ഇപ്പം കണ്ടില്ലേ കാലാവസ്ഥ, ചെറുങ്ങനെ വെയിലിറക്കുന്നത്. ഇത് സൈഡിൽ നിന്ന് മണ്ണൊക്കെ എടുത്തിട്ട് അടുത്ത കാലത്ത് വീതി കൂട്ടിയൊരു സ്ഥലമാണ് ഇത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വളവ്. ഹായ്, അടിപൊളിയാണല്ലോ. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, നോക്കാം നമുക്ക്. വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു വെള്ളച്ചാല്, അത് മതിയില്ലേ. ഒന്ന് സൈഡാക്കി നോക്കാം എന്താ കാണുന്നത് എന്ന്. ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതൊരു 5ാമത്തെ വളവാണല്ലോ. ഇനി മുകളിലേക്ക് കയറിയാലും നന്നായി കാണാൻ പറ്റും. ചുരം കയറുമ്പോൾ അധികം വരുന്നൊരു ഇതാണ് ഈ വലിയ വണ്ടീൻ്റെ ഹോണടി. അത് മുകളിൽ നിന്നാണോ താഴത്തുനിന്ന് കയറി വരുന്നതാണോ എന്ന് അറിയാൻ പറ്റില്ല. നേരത്തെ നമ്മൾ ചായ കുടിച്ചിറങ്ങിയ സമയത്ത് വെയിലായിരുന്നു. ഇപ്പം കുറച്ച് മഴ പെയ്തിട്ടുള്ള ഒരവസ്ഥയുണ്ട് ചുരത്തിൻ്റെ മുകളിൽ. അങ്ങനെ മാറി മറിഞ്ഞും കാലാവസ്ഥ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ റെയിൻകോട്ട് എടുത്താൽ നന്നായി, ഇല്ലെങ്കിൽ പണി പാലുമളത്ത് കിട്ടുമായിരുന്നു. ക്യാമറയുടെ ബാറ്ററി കുറഞ്ഞോ എന്നൊരു സംശയം. ഒന്ന് മാറ്റിക്കളാം. ഞാനിവിടെ നിന്ന സമയത്ത് ഇതാ രണ്ടാള് എൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇവർക്ക് പിന്നെ മഴയും വെയിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സോറി, എൻ്റെ കയ്യിലൊന്നുമില്ല. അടുത്ത പ്രാവശ്യം വരുന്നേരം നിങ്ങൾ തരാട്ടാ. വലത്തുഭാഗത്തെ സൈഡിൽ ചെറിയൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. മഴക്കാലത്ത് ചുരത്തിന് മുകളിൽ അധികം സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ. ചില ഇടങ്ങളിൽ വളരെ മോശമാണ് റോഡിൻ്റെ അവസ്ഥ. അടിപൊളി. നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നത് ഒരു വോൾവോ ആണല്ലോ. ചുരത്തിൻ്റെ മുകളിൽ നിന്ന് കഴിയുന്നതും മാക്സിമം ശ്രദ്ധിച്ചിട്ട് ഓവർടേക്ക് ചെയ്യാം. കാരണം വെച്ചാൽ വലിയ വണ്ടികൾ പെട്ടെന്ന് കാണില്ല നമ്മൾ. അപ്പം പണി പാലുമളത്ത് കിട്ടും. കുറച്ചൊന്നേ കത്തോളി കണ്ടില്ലേ, ഇങ്ങനെയാണ്. മറ്റേ വണ്ടി ആ സൈഡിലേക്ക് അടുപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വണ്ടീൻ്റെ അടിയിലാവും. മാക്സിമം ശ്രദ്ധിക്കും. അടിവാരം ടൗണിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട് ഈ വ്യൂ പോയിന്റിലേക്ക്. അധികമായും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്തുവാണെങ്കിൽ, നമ്മൾ അടിവാരത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചുരം കയറിയിട്ട് ഏറ്റവും ടോപ്പിൽ 9ാമത്തെ വളവിലെ വ്യൂ പോയിന്റിലാണ് എല്ലാവരും ഇങ്ങനെ നോക്കാൻ നിർത്താറ് സാധാരണ. പക്ഷെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നിട്ട് കാഴ്ചകൾ കണ്ടിട്ട് ആസ്വദിച്ച് പോവുക. ബെറ്റർ ആയിരിക്കും, അടിപൊളിയായിരിക്കും.
ഇവിടെയൊക്കെ ചപ്പ് ചവറൊക്കെ ഇട്ടിട്ട് ആകെ നാശകോശാക്കി. നല്ല അടിപൊളി കാഴ്ച അല്ലേ? ആ മേഘം കൂടി ഇല്ലെങ്കിൽ നീല മാത്രമായി നല്ല രസമുണ്ടാവും കാണാൻ. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ഫീൽ. നമ്മുടെ ഈ വയനാട് ചുരത്തിലേക്ക് വരുവാണെങ്കിൽ അത് 2 വീലറിൽ തന്നെ വരണം. എന്നാലേ അടിപൊളി ആ തണുപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, നമുക്കത് പോയി നോക്കാം. ഇങ്ങനെ വലുതും ചെറുതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് നമ്മുടെ ചുരത്തിന് മുകളിൽ. പക്ഷേങ്കിൽ അത് മഴക്കാലത്ത് ആ സമയത്ത് വരണം. വേനൽക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാഴ്ച കാണാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് പോവാം. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് അതേപോലെ നേരത്തെ കണ്ട മാതിരി തന്നെ വേറൊരു നീരുറവ ഇവിടെയുണ്ട്. ഒന്ന് കണ്ടേച്ചും വരാം. ഇതാ ഇവിടെയും കാണാം പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ടേച്ച് പോയത്. ഹായ്, അടിപൊളിയാണല്ലോ. അതാ അങ്ങ് ദൂരെയായി കാണുന്നതാണ് കോട. ഈ വയനാട് ചുരത്തിൽ ഈ കോടൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ കുടുങ്ങിപ്പോയതാണ്. കാരണം വെച്ചാൽ ബ്രേക്ക് ലൈറ്റ് ചോപ്പ് റെഡ് ലൈറ്റ് പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഒരു സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത്. ചുരത്തുമ്പോൾ ഇങ്ങനെ കോടയുള്ളപ്പം പോവാൻ നല്ല അടിപൊളി ഫീലാണ്. നല്ല ലോഡാണ്. ബ്രേക്ക് ഡൗൺ ആയി. നേരത്തെ കോട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം കോടയായിരിക്കുന്നു. പക്ഷെ ചെറിയൊരു കോടയും കൂടിയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരത്തുമ്പോൾ കൂടെ വാഹനം ഓടിക്കുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അത് അവർക്കും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വിഷമമാണ്, നമുക്കും പറ്റിയാൽ അത് അതിലേറെ വിഷമമാണ്. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ് നമ്മൾ ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റിലെത്തി. 9ാമത്തെ വളവിൽ വ്യൂ പോയിന്റിൽ നമ്മളെത്തി. ഞാനിത് എത്രാമത്തെ തവണ വന്നതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അത്രയും തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഓരോ തവണ വരുമ്പോഴും പിന്നെയും ഇങ്ങനെ വരാൻ നമുക്കൊരു ഫീൽ വരും. ഇവിടെ വന്നവർക്കറിയാം അതിനെപ്പറ്റി. നമ്മളെ ഏറ്റവും മുകളിലുള്ള വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മളിപ്പം ഈ കാഴ്ച കാണുന്നത്. ഏകദേശം 2625 ഫീറ്റ് മുകളിലാണ് നമ്മളെ ഈ കാണുന്നത്. അയ്യോ, ഇതാരാണ്? ചെങ്ങൈൻ്റെ സ്ഥിരം റൂട്ടാവോ ഇത്?
നമ്മൾ ഇതുവരെ വന്നിട്ട് അതിർത്തിയൊന്നും പോയില്ല എന്ന് വേണ്ട. നമ്മുടെ വയനാട് കോഴിക്കോടിൻ്റെ ആ എൻട്രൻസ്, അതായത് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് കയറുന്ന ആ എൻട്രൻസിൽ നമുക്കൊന്ന് പോയി വരാം. ശരിക്കും വ്യൂ പോയിന്റിലെ കാഴ്ച ഇവിടുന്ന് താഴോട്ട് നോക്കിയാലാണ് കേട്ടോ കാണാം. നമ്മൾ നേരത്തെ സൈഡിൽ നിന്നാണ് നോക്കിയത്. നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കൊന്ന് കാഴ്ച കാണാം. അങ്ങനെ എത്തി മക്കളെ നമ്മൾ വയനാടിൻ്റെ ബോർഡറിൽ. ഇതാണ് എൻട്രൻസ് വയനാട്ടിലേക്കുള്ള. ഈ ചുരത്തിലെ വഴി കാണിച്ചു കൊടുത്തതിന് ബ്രിട്ടീഷുകാർ കൊന്ന ആളാണ് കരിന്തണ്ടൻ. കരിന്തണ്ടൻ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമുക്ക് തിരിച്ചിറങ്ങിയാലോ. ഈ ഭാഗത്തു നിന്ന് നോക്കുന്നവരാണ് നല്ല കാഴ്ച കാണാൻ പറ്റുക. അങ്ങ് ദൂരെയായിട്ടും കാണുന്ന കാഴ്ച. നമ്മൾ നോക്കിയ നേരത്തെ ആ വലത്ത് സൈഡിൽ ആ വണ്ടികളൊക്കെ വരുന്ന അവിടെ നിന്നായിരുന്നു നേരത്തെ നമ്മൾ കണ്ട സ്ഥലം. ഏകദേശം 800 മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും. അങ്ങ് ദൂരേക്ക് കാണുന്ന റോഡുകളൊക്കെയാണ് നമ്മളെ ചുരത്തിലേക്ക് വരുന്നത്. നമ്മൾ അതിലൂടെയൊക്കെയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. ചില സമയത്ത് അങ്ങ് ദൂരെയുള്ള കടൽ കാണാൻ പറ്റും എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഈ വാഹനത്തിൽ വരുന്ന യാത്രക്കാരൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ചില ഈ നമ്മൾ കുടിച്ച ബോട്ടിൽ, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഒരിക്കലും അത് എന്താ പറയുക മണ്ണിൽ ലയിക്കാത്ത ബോട്ടിലൊക്കെയാണ്. അത് അവിടെയും ഇവിടെയും വലിച്ചെറിയാതെ മാക്സിമം ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. നമ്മൾ ഈ കാണുന്ന താമരശ്ശേരി ചുരത്തെ പറ്റിയിട്ട് വെള്ളാനുള്ള നാട് എന്ന ഫിലിമിൽ കുതിരവട്ടം പപ്പുച്ചേട്ടൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഡയലോഗ്? താമരശ്ശേരി ചുരം. നമ്മളെ താമരശ്ശേരി ചുരം എന്നൊരു ഡയലോഗ് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല മിക്കവാറും. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.